ബയോളജിക്കലി നമുക്കെല്ലാവർക്കും ഒരു അപ്പയുണ്ട്. ബയോളജിക്കലി നമുക്കെല്ലാവർക്കും ഒരു അമ്മയുണ്ട്. കാരണം ഈ ശരീരം ഉണ്ടായിരിക്കുന്നത് അപ്പൻ്റെയും അമ്മയുടെയും അണ്ടത്തിനകത്തുനിന്നും ബീജത്തിനകത്തുനിന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരം ഉണ്ടാക്കി തന്നതുകൊണ്ടാണ് നമുക്ക് ആ വ്യക്തികളോട് എന്തുള്ളതൊരു സ്നേഹവും ബഹുമാനവും ഉള്ളത്. അത് തന്നെ ഡെവലപ്പായതാണോ പറഞ്ഞുണ്ടാക്കിയതാണോ? എനിക്കെങ്ങനെ അമ്മയോട് സ്നേഹം ഡെവലപ്പായി? എനിക്കെങ്ങനെ എൻ്റെ അപ്പനോടുള്ള സ്നേഹം ഡെവലപ്പായി? എനിക്ക് ഡെവലപ്പായി എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ 2 മക്കളായി. എനിക്ക് എന്നിലും എന്താണ് അമ്മയുടെ സ്നേഹം ഞാൻ അവർക്ക് പകർന്നു കൊടുത്തപ്പോൾ എൻ്റെ അമ്മയ്ക്കുള്ള റോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഏറ്റവും അധികം. അതായത് നിങ്ങൾക്ക് ഏകദേശം ഒരു 22-23 വയസ്സായി നിങ്ങൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് വരെ നിങ്ങൾ അമ്മയെ സ്നേഹിച്ചത് പൂർണ്ണതയിലല്ലെന്ന് ഇപ്പം ഈ പറഞ്ഞതിൽ സാരം മനസ്സിലാക്കണം. ഇല്ല, അങ്ങനെയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ സ്നേഹിച്ചത് പൂർണ്ണതയിലല്ല. വരുന്നുണ്ടോ ചിന്തകൾ? അല്ല. നമുക്കൊരു കുഞ്ഞുണ്ടായപ്പോഴാണ് അപ്പൻ എന്താണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് അമ്മ എന്താണെന്ന് റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നത്. ഓക്കെ. അപ്പോൾ അതുവരെ ഞാൻ അമ്മ എന്ന് വിളിച്ചത്, അതുവരെ ഞാൻ അപ്പ എന്ന് വിളിച്ചത്, അത് പറഞ്ഞ് എന്നിൽ ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റമാണ്, ഇല്ലേ? ആണല്ലോ, സത്യം. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ദൈവത്തിൻ്റെ കാര്യത്തിനകത്ത്. നമുക്ക് ആ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നത് വരെ, ആസ്വദിക്കാൻ പറ്റുന്നത് വരെ മതം പറഞ്ഞത് കേട്ടുകേൾവി മാത്രം. നമ്മൾ ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് അവരും അഭിനയം മാത്രം. പക്ഷെ എപ്പോൾ എനിക്ക് ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ശരിക്കും എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തെ ആസ്വദിക്കാൻ പറ്റുന്നത് വരെ എനിക്ക് ആ സ്നേഹം ഉണ്ടാകത്തില്ല. അത് ഈ കേട്ട് കേൾവി എന്നിൽ സത്യമായി മാറുന്നത് എപ്പോഴാണ്? എനിക്ക് ആ ദൈവത്തെ എന്നിൽ അനുഭവിക്കാൻ പറ്റുമ്പോൾ, ആസ്വദിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ്. പറ്റാത്തവർക്ക് ഇത് ഇന്നും എന്ത് തന്നെയാണ്? ഇതൊരു ഐഡിയോളജി മാത്രമായിട്ടിരിക്കുക. സോ 99.9% ആൾക്കാർക്കും ദൈവത്തോട് സ്നേഹമാണ്. എങ്ങനെ സ്നേഹം വന്നു? അമ്മ പറഞ്ഞ് അപ്പം പറഞ്ഞ് മതം പറഞ്ഞ്. സോ അല്ലാതെ ജെനുവിനിറ്റിയിൽ അത് സ്നേഹം ഇല്ല. ആ സ്നേഹം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പനായപ്പോൾ അപ്പൻ എന്താണെന്ന് മനസ്സിലായി, എനിക്ക് ആ സ്നേഹം മനസ്സിലായതുപോലെ, ഞാൻ അമ്മയായപ്പം അമ്മ എന്താണെന്ന് മനസ്സിലായി, ആ സ്നേഹം ദൃഢമായതുപോലെ, അനുഭവത്തിൽ നിന്ന് ദൈവത്തെ ആസ്വദിക്കുമ്പോൾ മാത്രമേ ആ ദൈവത്തോട് സ്നേഹബന്ധം ദൃഢമാകത്തുള്ളൂ.